നമസ്കാരം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു ശരാശരി മലയാളി കുടുംബത്തിൻ്റെ ചർച്ചകളിൽ നിന്ന് വിദേശ വിദ്യാഭ്യാസം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. നാട്ടിൻ പുറത്തെ ചായക്കടകൾ മുതൽ നഗരങ്ങളിലെ ഹൈടെക് കഫേകൾ വരെ +2 കഴിഞ്ഞാലുടൻ എങ്ങോട്ട് പോകണമെന്നതിനെക്കുറിച്ചാണ് സംസാരമില്ല. ലോകമൊരു ആഗോള ഗ്രാമമായി മാറിക്കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ മികച്ച അക്കാഡമിക നിലവാരവും സുരക്ഷിതമായ കരിയറും തേടി മലയാളികൾ ഏറ്റവും അധികം തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായി യുണൈറ്റഡ് കിങ്ഡം അഥവാ UK മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് വരേണ്യവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്ന ലണ്ടനിലെയും മാഞ്ചസ്റ്ററിലെയും എഡിൻബർഗിലെയും ക്യാമ്പസുകൾ ഇന്ന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും കൈപ്പിടിയിലൊതുങ്ങുന്ന ഒന്നായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് UK ഇപ്പോഴും ലോകത്തിലെ വിദ്യാഭ്യാസ ഹബ്ബായി തുടരുന്നത്? എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ മാറ്റങ്ങൾ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വിദേശ പഠനം ആഗ്രഹിക്കുന്ന പലരെയും പിന്നോട്ടടിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഭാഷാ പരീക്ഷയാണ്. പ്രത്യേകിച്ച് IELT പരീക്ഷയിലെ ഉയർന്ന സ്കോർ നേടുക എന്നത് പലർക്കും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ UK വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റമെന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച നിബന്ധനകളിൽ വരുത്തിയ ഇളവുകളാണ്. ഇന്ന് പല പ്രമുഖ സർവകലാശാലകളും MOI സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥി തൻ്റെ +2 അല്ലെങ്കിൽ ബിരുദ പഠനം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പൂർത്തിയാക്കിയതെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം മാത്രം ഹാജരാക്കിയാൽ മതിയാകും. ഇതിനു പുറമെ ഡുവോലിംഗോ, PTE, TOEFL തുടങ്ങിയ പരീക്ഷാ സ്കോറുകളും ഭൂരിഭാഗം സർവകലാശാലകളും സ്വീകരിക്കുന്നുണ്ട്. കഠിനമായ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് സമയം കണ്ടെത്താൻ കഴിയാത്തവർക്കും വിദേശയാത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. വിദേശ പഠനത്തെ ഒരു നിക്ഷേപമായാണ് പലരും കാണുന്നത്. ആ നിക്ഷേപം ലാഭകരമാക്കാൻ UK നൽകുന്ന സ്കോളർഷിപ്പുകൾ സഹായിക്കും. കോഴ്സ് ഫീസിൽ വലിയ ഇളവുകൾ നൽകുന്ന നിരവധി സ്കീമുകൾ ഇന്ന് നിലവിലുണ്ട്. 5000 പൗണ്ട് മുതൽ 30,000 പൗണ്ട് വരെ, അതായത് ഏകദേശം 5 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ഇത്തരമുള്ള സ്കോളർഷിപ്പുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ UK-യിലുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്ക് മാത്രമല്ല, കായിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും പ്രത്യേക ഇളവുകൾ ലഭിക്കാറുണ്ട്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഗ്രേറ്റ് സ്കോളർഷിപ്പുകൾ, കോമൺവെൽത്ത് സ്കോളർഷിപ്പുകൾ എന്നിവ ആഗോളതലത്തിൽ ശ്രദ്ധേയമായതാണ്. ഇതിനു പുറമെ ഓരോ യൂണിവേഴ്സിറ്റികളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. UK-യിലെ പഠനം കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നതല്ല, അത് പ്രായോഗിക ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ജീവിത ചെലവ് കണ്ടെത്താൻ പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അനുമതിയുണ്ട്. പഠനകാലയളവിൽ ആഴ്ചയിൽ 20 മണിക്കൂർ വരെയും അവധിക്കാലങ്ങളിൽ 40 മണിക്കൂർ വരെയും ജോലി സമയം കണ്ടെത്താം. ലണ്ടൻ പോലെയുള്ള വൻ നഗരങ്ങളിലും മറ്റ് ചെറുനഗരങ്ങളിലും സർവകലാശാല ക്യാമ്പസിനുള്ളിലും പുറത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ഡെലിവറി സർവീസ്, കെയർ ഹോമുകൾ തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് മാന്യമായ വേതനം ലഭിക്കാറുണ്ട്. ഈ തുക ഉപയോഗിച്ച് മാസവാടകയും ഭക്ഷണ ചെലവുകളും കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു എന്നതാണ് മാതാപിതാക്കളുടെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയ്ക്കുന്നത്. കൂടാതെ ഈ ജോലി അനുഭവങ്ങൾ ഒരു അന്താരാഷ്ട്ര തൊഴിൽ സംസ്കാരം പഠിച്ചെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. പഠനം കഴിഞ്ഞാലുടനെ മടങ്ങേണ്ടി വരുമോ എന്ന ആകുലതയ്ക്ക് പരിഹാരമാണ് UK-യുടെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ. ബിരുദമോ ബിരുദാനന്തര ബിരുദമോ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 18 മാസം മുതൽ 2 വർഷം വരെ UK-യിൽ തുടരാനും ജോലി കണ്ടെത്താനും സാധിക്കും. ഈ കാലയളവിൽ ഒരു സ്കോളർഷിപ്പ് ഇല്ലാതെ തന്നെ ഏത് മേഖലയിലും ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. ഇത് യാഥാർത്ഥ്യത്തിൽ ഒരു പരിശീലന കാലയളവാണ്. വലിയ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനോ തങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ജോലി കണ്ടെത്താനോ ഈ സമയം പ്രയോജനപ്പെടുത്താം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നവർക്ക് പിന്നീട് കമ്പനികൾ സ്കിൽ വർക്ക് വിസ നൽകാൻ
തയ്യാറായാൽ അവിടെ സ്ഥിരതാമസമാക്കാനുള്ള അവസരവും തെളിയും. മറ്റ് രാജ്യങ്ങളിലുമായി താരതമ്യം ചെയ്യുമ്പോൾ UK-യിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോഴ്സുകളുടെ ദൈർഘ്യമാണ്. മിക്കവാറും രാജ്യങ്ങളിൽ മാസ്റ്റേഴ്സ് ബിരുദം പൂർത്തിയാക്കാൻ 2 വർഷം വേണ്ടിവരുമ്പോൾ UK-യിൽ അത് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. 3 വർഷത്തെ ബാച്ചിലർ ബിരുദങ്ങളും അവിടെ ലഭ്യമാണ്. സമയം ലാഭിക്കാം എന്നത് മാത്രമല്ല, 1 വർഷത്തെ ട്യൂഷൻ ഫീസും താമസ ചെലവും ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കും. വേഗത്തിൽ ബിരുദം നേടി ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ സർവകലാശാലകൾ മുതൽ ആധുനികമായ 100ഓളം സർവകലാശാലകൾ വരെ നീളുന്ന വിശാലമായ നിരയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ബജറ്റിനും അഭിരുചിക്കും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. വിവാഹിതരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനം ഒരു വെല്ലുവിളിയായി മാറാറുണ്ട്. എന്നാൽ UK-യിൽ മാസ്റ്റേഴ്സ് ഓഫ് റിസർച്ച് പോലെയുള്ള പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിത പങ്കാളിയെ കൂടെ കൊണ്ടുപോകാനുള്ള ഡിപ്പെൻഡൻറ്റ് വിസ സൗകര്യം ലഭ്യമാണ്. അക്കാഡമിക തലത്തിൽ ഗവേഷണ താൽപ്പര്യമുള്ളവർക്കും ഇത് വലിയൊരു സഹായമാണ്. അതുപോലെ പ്ലേസ്മെൻറ്റ് ഇയർ ഉൾപ്പെടുത്തിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് വ്യവസായ മേഖലയിൽ നേരിട്ട് പ്രവൃത്തി പരിചയം നേടാനും സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിസിനസ് മാനേജ്മെൻറ്റ്, MBA, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നത്. UK-യിലെ ആരോഗ്യ മേഖല പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ നഴ്സുമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും അവിടെ വലിയ ഡിമാൻഡുണ്ട്. IT മേഖലയിലെ വിദഗ്ധർക്കും UK-യിലെ ലണ്ടൻ, മാഞ്ചസ്റ്റർ തുടങ്ങിയ ടെക് ഹബ്ബുകളിൽ മികച്ച അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. UK വിദ്യാഭ്യാസം എന്നത് കേവലം ഒരു ബിരുദമല്ല, മറിച്ച് ആഗോളതലത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്വത്വമാണ്. വ്യക്തമായ പ്ലാനിങ്ങും ശരിയായ സർവകലാശാല തെരഞ്ഞെടുപ്പുമുണ്ടെങ്കിൽ UK-യിലെ പഠനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറും. ഭാഷാ നിബന്ധനകളിലെ ഇളവുകളും സ്കോളർഷിപ്പുകളും പാർട്ട് ടൈം ജോലി സൗകര്യങ്ങളും എല്ലാം ചേർക്കുമ്പോൾ UK ഒരു സുവർണ അവസരമായി നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ വർഷത്തെ അഡ്മിഷനുകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇപ്പോഴേ പ്രക്രിയകൾ ആരംഭിക്കാം. ഓരോ സർവകലാശാലകൾക്കും വ്യക്തമായ ഗൈഡ് ലൈനുകളും നിബന്ധനകളും ഉള്ളതിനാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു വിമാനം കയറാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല.